ഹലോ ഗായ്സ്, വെൽക്കം ടു മെഡപ്പ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ഇമ്പോർട്ടൻസ് ഓഫ് പർച്ചേസിങ് ഇൻ ബിസിനസ് ആണ്. സോ ഒരു ബിസിനസ് സംബന്ധിച്ച് ഒരു റീറ്റെയിൽ ഫാർമസി ആയിക്കോട്ടെ, ഒരു ഹോൾസെയിൽ ഫാർമസി ആയിക്കോട്ടെ, ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, വാട്ട് എവർ, അവിടെ നമ്മൾ എന്ത് സാധനം വാങ്ങിയാലും അല്ലെങ്കിൽ അവിടെ ഒരു എന്ത് സാധനം നമ്മൾ പർച്ചേസ് ചെയ്താലും അതിന് അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടല്ലേ. ഇനി അതെങ്ങനെയാണ് ആ ഇമ്പോർട്ടൻസ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ അതിന് അത്രയും സിഗ്നിഫിക്കൻസ് ഉണ്ട് എന്ന് നമ്മൾ പറയാനുള്ള റീസൺ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ പർച്ചേസിങ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയെന്ന് നോക്കാം. റൈറ്റ് സോഴ്സ്, റൈറ്റ് ക്വാളിറ്റി, റൈറ്റ് ക്വാണ്ടിറ്റി ആൻഡ് റൈറ്റ് പ്രൈസ്. ഇത് നിങ്ങൾ എല്ലാ പേരും കേട്ടിട്ടുള്ള സാധനമാണ്. എന്താ റൈറ്റ് സോഴ്സ്? അതായത് നമ്മൾ സാധനം വാങ്ങുമ്പോൾ എല്ലാ ആൾക്കാരൊന്നും വാങ്ങുമോ? ഇല്ല അല്ലേ. ചില ആൾക്കാരെ മാത്രം നമ്മൾ സ്പെസിഫിക് ആയിട്ട് വാങ്ങും അല്ലേ. സോ എന്തുകൊണ്ടാണ്? അത് ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് എപ്പോഴും പറയുക. ഇനി റൈറ്റ് ക്വാളിറ്റി ആണ്. നമ്മൾ ഏതൊരു സാധനം വാങ്ങുമ്പോഴും നല്ലൊരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് അത് എല്ലാവർക്കും നിർബന്ധമാണ്. ഇനി റൈറ്റ് ക്വാളിറ്റിയാണ്. നമ്മൾ വാങ്ങുന്ന അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത രൂപയ്ക്ക് പ്രകാരമുള്ള സാധനമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ അനുസരിച്ചുള്ള സാധനമാണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് ഉറപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഇനി റൈറ്റ് പ്രൈസ് ആണ്. അധികം പ്രൈസ് കൂടാതെ നമുക്കൊരു കോസ്റ്റ് എഫക്റ്റീവായിട്ട് സാധനം വാങ്ങാൻ പറ്റിക്കഴിഞ്ഞാൽ റൈറ്റ് ക്വാളിറ്റിയിലും റൈറ്റ് ക്വാണ്ടിറ്റിയിലും റൈറ്റ് സോഴ്സിലും കറക്റ്റ് എല്ലാം പക്കയായി വരുവാണ്, റൈറ്റ് പ്രൈസും വരുവാണെങ്കിൽ അത് ഐഡിയൽ പ്രൊഡക്റ്റാണ്, അല്ലെങ്കിൽ അത്രയും അടിപൊളി സാധനം നമുക്ക് ധൈര്യമായിട്ട് പറയാമെന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് പർച്ചേസ് നടത്തേണ്ടത്, ഏത് നടത്തേണ്ടത്, അല്ലെങ്കിൽ അതിനൊരു പ്രൊസീജിയർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് വൺ ഈസ് പർച്ചേസ് റിക്വസിഷൻ ആണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് പർച്ചേസ് റിക്വസിഷൻ ഇടുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. രണ്ട്, സപ്ലൈ സെലക്ഷൻ ആണ്. ആരിൽ നിന്നാണ് കിട്ടുക അല്ലെങ്കിൽ ആരൊക്കെ തരിക എന്നുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കണം. സോ ഏത് സപ്ലയർ ആണ് അല്ലെങ്കിൽ ആര് സപ്ലയറിൽ നിന്ന് നമുക്ക് കൊടുക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുക. ഇനി ഓർഡർ പ്ലേസ്മെൻ്റ് ആണ്. നമ്മൾ ഫോമലായിട്ട് ഒരു എത്ര ക്വാണ്ടിറ്റി എത്ര പ്രൈസ് ആണ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഒരു ഓർഡർ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലേസ് ചെയ്യുകയാണ് എന്നുള്ളതാണ് കേട്ടോ. സോ പർച്ചേസ് റിക്വസിഷൻ, നമ്മൾ എന്താണോ ആവശ്യമുള്ളത് അത് ഐഡൻറ്റിഫൈ ചെയ്യുക, അത് എത്ര ക്വാണ്ടിറ്റി വേണം, അത് ഏത് ക്വാളിറ്റി ആയെന്ന് നമ്മൾ തിരഞ്ഞെടുക്കുക. ഇനി സപ്ലൈ സെലക്ഷൻ ആണ്. ഏത് സപ്ലയറെ വേണം, അതായത് പ്രൈസ്, ഡെലിവറി, ക്വാളിറ്റി, ഏറ്റവും അടിപൊളി എന്നുള്ള കാര്യങ്ങളൊക്കെ, ഇങ്ങനെയുള്ള മാനദണ്ഡങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ സപ്ലയറിനെ സെലക്ട് ചെയ്യുന്നത്. ഇനി ഓർഡർ പ്ലേസിംഗ് ആണ്. ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പറഞ്ഞ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും പ്രൈസും ഒക്കെ മാച്ച് ചെയ്യുന്നുണ്ടോ, കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ വെരിഫൈ ചെയ്യാറുണ്ട്. ഇനി സപ്ലൈ ഇവാലുവേഷൻ ആണ്. ഇനി എങ്ങനെയാണ് നമുക്ക് സപ്ലൈസിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഇനി ഒന്ന് റെപ്യൂട്ടേഷൻ ആണ്. അത് അവർക്ക് ഇത്രയും നാളും എങ്ങനെയായിരുന്നു, കസ്റ്റമർ സർവീസ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കും. രണ്ട്, ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആണ്. അവർക്ക് സ്റ്റെബിലിറ്റി ഉണ്ടോ, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടോ, കൺസിസ്റ്റൻസി ഉണ്ടോ, നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളുടെ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കാറുണ്ട്. ഇനി ക്യാപ്പബിലിറ്റി ആണ്. അവർക്ക് നമ്മൾ ചോദിക്കുന്ന സാധനത്തിന് അത്രയും അവർക്ക് മാനുഫാക്ചർ ചെയ്യാൻ സാധിക്കുമോ, അല്ലെങ്കിൽ നമ്മൾ ഒരു സാധനം ഓർഡർ കൊടുത്ത് നമുക്ക് കറക്റ്റ് പ്രോപ്പർലി അവർക്ക് എത്തിക്കാൻ സമ്മതിക്കാൻ കഴിയുന്നുണ്ടോ. പിന്നെ ലീഡ് ടൈം എന്ന് വെച്ചാൽ നമ്മൾ ഓർഡർ കൊടുത്ത് നമ്മുടെ കയ്യിൽ സാധനം കിട്ടുന്ന ടൈമിന് നമ്മൾ ലീഡ് ടൈം എന്ന് പറയും. ആ ലീഡ് ടൈം പ്രകാരം നമുക്ക് സാധനങ്ങൾ എത്തിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാറുണ്ട്. പറയാൻ പോകുന്ന ക്രെഡിറ്റ് ആൻഡ് പേയ്മെൻറ്റ് ടേംസ് ആണ്. ഇനി കുറച്ച് ടേംസുകളാണ് പറയാൻ പോകുന്നത് കേട്ടോ. എന്തൊക്കെയാണ് സാധനങ്ങൾ? ഫേസ്റ്റ് വൺ ഈസ് ബയേഴ്സ് ക്രെഡിറ്റ് വർത്ത്നെസ്. എന്താ ബയേഴ്സ് ക്രെഡിറ്റ് വർത്ത്നെസ്? അതായത് ഇവിടെ നമ്മൾ ഒരു ബയറിൻ്റെ, ഒരാൾ സാധനം വാങ്ങുമ്പോൾ അയാളുടെ ഫിനാൻഷ്യൽ പൊസിഷൻ, അസറ്റ്സ്, ലയബിലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ക്രെഡിറ്റ് എന്ന രീതിയിൽ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് ബയേഴ്സ് ക്രെഡിറ്റ് വർത്ത്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ക്യാഷ് വേസ് ക്രെഡിറ്റ് ആണ്. ക്യാഷ് പേയ്മെൻറ്റ് എന്താണ്? ഇമ്മീഡിയറ്റ് നമ്മൾ ഫണ്ട് കൊടുക്കുന്ന പരിപാടിയാണ് ക്യാഷ് എന്ന് പറഞ്ഞാൽ. ഇനി ക്രെഡിറ്റ് ആണെങ്കിലോ നമ്മൾ എങ്ങനെ ചെയ്യുക, ഡെപ്റ്റ് അല്ലേ, നമ്മൾ കടം കൊടുക്കുവാണ്, നമ്മൾ അടുത്ത മാസം തരാവേ എന്ന് പറയും, അവിടെ നമുക്ക് റിസ്ക് ഉണ്ട് എന്നുള്ളതാണ്. രണ്ട്, ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഒരുപാട് വലിയ വലിയ ഓർഗനൈസേഷൻസിന് ഒരു ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും. അവിടെ ഈ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക, അത് ബയേഴ്സിൻ്റെ ക്രെഡിറ്റ് വർത്ത്നെസ്, അവരുടെ ലയബിലിറ്റി, അവരുടെ അസറ്റ്, ഫിനാൻഷ്യൽ പൊസിഷനൊക്കെ നോക്കിയിട്ടാണ് അവിടെ കൊടുക്കുക. ഇനി പറയാവുന്ന ഇൻഡസ്ട്രി നോംസ് ആണ്. സോ എന്താ ഇൻഡസ്ട്രി നോംസ്? അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ കോമൺ ക്രെഡിറ്റ് ടേമുകളില്ലേ, ഈ ടേമുകൾ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ മാറിയും തിരിഞ്ഞും വന്നേക്കാം. അതായത് ഇപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ ഹോൾസെയിലേഴ്സ് ആണെങ്കിൽ 45 ദിവസമാണ് അവർ പറയുക, 40 ദിവസം ആണ് അവർ നോർമലി ക്രെഡിറ്റ് ഫെസിലിറ്റി കൊടുക്കുക.
ഇനി റീറ്റെയിലേഴ്സ് ആണെങ്കിൽ 21 ദിവസമാണ് അവരോട് പറയും, 21 ദിവസത്തിലുള്ള നിങ്ങൾക്ക് ക്രെഡിറ്റ് ഫെസിലിറ്റി തന്നിട്ടുണ്ട്, അത് തിരിച്ചടക്കണമെന്ന് പറയാം. അപ്പം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് നോംസുകൾ വരെ. നോംസ് ഇൻ ദ സെൻസ് വെച്ചാൽ നമ്മൾ തീരുമാനിക്കുന്ന തീരുമാനങ്ങളെയാണ് ഏറ്റവും കൂടുതൽ നോംസിനകത്ത് പറയാം കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ. ബയേഴ്സ് ക്രെഡിറ്റ് വർത്ത്നെസ് എന്താണെന്ന് മനസ്സിലാക്കുക, ക്യാഷ് എന്താണെന്ന് മനസ്സിലാക്കുക, ക്രെഡിറ്റ് എന്താണെന്ന് മനസ്സിലാക്കുക, ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന് മനസ്സിലാക്കുക, ആൻഡ് ഇൻഡസ്ട്രി നോംസ് എന്താണെന്ന് മനസ്സിലാക്കുക. സോ ബേസിക്കലി PSCയുടെ ഡെഫിനേഷൻ എന്നിട്ട് ഇത് ഏതാണെന്ന് ഐഡന്റിഫൈ എനിക്ക് മിക്കവാറൊക്കെ ചോദിക്കേണ്ടാവും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി മാത്രം വെച്ചാൽ മതിയായിരിക്കും. ഇനി ട്രെൻഡിങ് പ്രോസസ്സാണ്. സോ ടെൻഡറിങ് പ്രോസസ്സിനകത്ത് നമ്മൾ പറയുന്നത് എത്ര തരം ടെൻഡേഴ്സുകളാണ് ഉള്ളതെന്നാണ്. ദ ഫേസ്റ്റ് വൺ ഈസ് ഓപ്പൺ ടെൻഡർ. ഇത് നമ്മൾ പബ്ലിക്കലി അഡ്വർടൈസ് ചെയ്യും, പത്രത്തിൽ കൊടുക്കുക, റേഡിയോ കൊടുക്കുക, അല്ലെങ്കിൽ നോട്ടീസ് ബോർഡിൽ കൊടുക്കുക. ലാർജ് സ്കെയിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ടെൻഡർ നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുക. ഇനി ലിമിറ്റ് ടെൻഡർ ആണ്. സോ ഇത് മിക്കവാറും ക്ലോസ്ഡ് ആയിരിക്കും കേട്ടോ. ഒരു മോഡറേറ്റ് വാല്യൂ പർച്ചേസ് ആണ് എപ്പോഴും ലിമിറ്റ് ടെൻഡറിൽ വരിക. സോ നമുക്ക് ഓൾറെഡി ഉള്ള സപ്ലയേഴ്സുകളോ അല്ലെങ്കിൽ അത്രയും എഫിഷ്യൻ്റ് ആണ്, റിലയബിൾ ആണ് നമുക്ക് തോന്നുന്ന സപ്ലൈസ് ഉണ്ടാവുമല്ലോ, അവർക്ക് നമ്മൾ ഡയറക്റ്റ്ലി എന്ത് ചെയ്യുന്നു, നമ്മൾ ഓർഡർ കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇനി സിംഗിൾ ഓർ ഓറൽ ടെൻഡർ ആണ്. സോ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അർജൻറ്റായിട്ട് നമുക്ക് അധികം പൈസ ഒന്നും വേണ്ടി വരില്ല, അർജൻറ്റായിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് സിംഗിൾ അല്ലെങ്കിൽ ഓറൽ ടെൻഡർ. അപ്പോൾ എന്താണ് ഓപ്പൺ ടെൻഡർ, ലിമിറ്റ് ടെൻഡർ ആൻഡ് സിംഗിൾ ഓർ ഓറൽ ടെൻഡർ. ഇനി വേറെ ടെൻഡർ ഉണ്ട്, ഗ്ലോബൽ ടെൻഡർ ഉണ്ട്. ഗ്ലോബൽ ടെൻഡർ മീൻസ് നമ്മൾ ഇൻ്റർനാഷണലി യൂസ് ചെയ്യുന്ന ടെൻഡർ ആണ്. സോ ജസ്റ്റ് മനസ്സിലാക്കി മാത്രം വെച്ചിരുന്നാൽ മതിയാകും. ഇനി പേർച്ചേസ് കോൺട്രാക്റ്റ് ആണ്. സോ പേർച്ചേസ് കോൺട്രാക്റ്റിൽ എന്തോ കാര്യങ്ങൾ നമ്മൾ നോക്കാറുണ്ട് എന്നുള്ളതാണ്. ഫേസ്റ്റ് വൺ ഈസ് കോൺട്രാക്ട് എലമെൻറ്റ്സ് ആണ്. അതായത് ഒരു ഐറ്റം എന്തൊക്കെയാണ്, അതിന് എത്ര നമ്പറാണ് നമ്മൾ വാങ്ങാൻ പോകുന്നത്, അല്ലെങ്കിൽ എത്രയാണ് പ്രൈസിങ്, ഡെലിവറി ടേംസ് എന്താണ്, പേയ്മെൻറ്റ് കണ്ടീഷൻസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏതൊരു സാധനം വാങ്ങുമ്പോഴും നമ്മൾ പേർച്ചേസ് കോൺട്രാക്റ്റ് കീപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. ഇനി ലീഗൽ ഒബ്ലിഗേഷൻസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു വലിയൊരു ഓർഗനൈസേഷനാണ്, എപ്പോൾ വേണമെങ്കിലും കാല് മറിയാം കാല് തിരിയാം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, നമുക്ക് ലീഗലി നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഫ്രെയിം വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ പേർച്ചേസിംഗ് ഒക്കെ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ലീഗലി ഫ്രെയിം വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് രണ്ട് പാർട്ടിക്കും ഉപയോഗമുള്ളതാണ്, രണ്ട് പാർട്ടിയും അതിൽ ഇൻവോൾവ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇനി അവോയ്ഡ് ആംബിഗ്വിറ്റി. ഓൾറെഡി പറഞ്ഞതുപോലെ ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ട്രാൻസാക്ഷനിൽ കളവ് കാണിക്കുക, കൈവെട്ടുക അല്ലെങ്കിൽ കാൽ വെട്ടുക, കാൽ വലിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, ജെനുവിൻ ആയിരിക്കുക. ഇനി ഓതറൈസ്ഡ് സിഗ്നേറ്ററീസ് ആണ്. അതിൽ എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും ഒരു പർച്ചേസ് എന്ന് പറയുന്നത്, ഒരു പർച്ചേസ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഒഫീഷ്യൽസുമായിട്ട് എപ്പോഴും ഒരു അത്രയും ഓരോ ഓർഗനൈസേഷനിലെ ഒഫീഷ്യൽസുമായിട്ടായിരിക്കും നമ്മൾ എപ്പോഴും ഡീൽ ചെയ്യേണ്ടത്. ഒരിക്കലും ഇടനിലക്കാർ അല്ലെങ്കിൽ ബ്രോക്കേഴ്സ് അങ്ങനെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ ബ്ലൈൻഡ്ലി എന്ത് ചെയ്യാൻ പാടില്ല, ഒരു കാര്യം വിശ്വസിക്കാൻ പാടില്ല. നമ്മൾ പ്രോപ്പറായിട്ടുള്ള അതോറിറ്റി അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ വെച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പർച്ചേസ് കോൺട്രാക്റ്റ് ക്ലോസ് ചെയ്യാനായിട്ട് പാടുള്ളൂ എന്നുള്ളതാണ്. ഇനി സ്റ്റോറേജ് ആൻഡ് ഇൻവെൻട്രി മാനേജ്മെൻ്റ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, പല ക്ലാസ്സിലും സ്റ്റോറേജ് ആൻഡ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാം, എങ്ങനെയൊക്കെ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് കീപ്പ് ചെയ്യാം. ഒരു സാധനം നമ്മൾ ഓർഡർ ചെയ്ത് നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെയൊക്കെ ചെയ്യാം. സോ ഈ സ്റ്റോറേജ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് നമ്മൾ വേറെ ക്ലാസ്സിൽ പറയൂ കേട്ടോ. ഫേസ്റ്റ് വൺ ഈസ് മാനുഫാക്ചർ ബേസ്ഡ് ആണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാനുഫാക്ചർ ഉണ്ടാക്കിയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ സിപ്ലയുടെ ഒരു കാറ്റഗറി, അല്ലെങ്കിൽ ഒമീഗിളിൻ്റെ വേറെ കാറ്റഗറി. അപ്പോൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ യൂണിലിവറിൻ്റെ വേറെ കാറ്റഗറി, അങ്ങനെ നമുക്ക് വേണമെങ്കിൽ തരംതിരിക്കാം. ഇനി ഫാർമക്കോളജിക്കൽ, വേദനയ്ക്കുള്ളതൊരിടത്ത്, പനിക്കുള്ളതൊരിടത്ത്, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും തരംതിരിക്കാം. ഇനി ആൽഫബറ്റിക്, നമുക്ക് എല്ലാവർക്കറിയാം A തുടങ്ങുന്ന മെഡിസിൻസ് മിക്കവാറും ആൾക്കാർ ആൽഫബറ്റിക്കിലാണ് ഏറ്റവും കൂടുതൽ റീറ്റെയിൽസിലൊക്കെ കൂടുതലായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാറുള്ളത്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് നമ്മൾ ഓൾറെഡി അറിയുന്നതാണ്, നമ്മളത് വേറൊരു ക്ലാസ്സിൽ നമ്മൾ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും കേട്ടോ. ഇനി പർച്ചേസിങ് ചലഞ്ചസ് ആണ്. നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ചലഞ്ചസ് ഉണ്ടാവാറുണ്ട്? ഒന്ന് ക്വാളിറ്റി അഷുറൻസ് തന്നെയാണ്. നമുക്ക് എല്ലാത്തിൻ്റെയും ക്വാളിറ്റി ചിലപ്പോൾ നമുക്ക് നോക്കാൻ പറ്റുന്നു വരില്ല, നമ്മളെ കാണിക്കുന്ന നമുക്ക് വരുന്ന തമ്മിൽ ചിലപ്പോൾ ക്വാളിറ്റിയിൽ വ്യത്യാസം വന്നേക്കാം എന്നുള്ളതാണ്. സോ ബേസിക്കലി ക്വാളിറ്റി എപ്പോഴും കസ്റ്റമർ എക്സ്പെക്ടേഷൻസ് അല്ലെങ്കിൽ കസ്റ്റമർ നീഡ് എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ്. കോസ്റ്റ് മാനേജ്മെൻറ്റ് നമുക്കറിയാം ദിവസവും മാറിക്കൊണ്ടിരിക്കുവാണ്. സോ അതുകൊണ്ട് തന്നെ കോസ്റ്റ് മാനേജ്മെൻറ്റ് ഇസ് എ വെരി ഡിഫിക്കൽട്ട് പ്രോസസ്. ലീഡ് ടൈം, നമ്മളൊരു ഓർഡർ ചെയ്ത് നമ്മുടെ കയ്യിൽ പ്രോപ്പർ ടൈമിൽ കിട്ടുക, നമ്മുടെ ഇൻവെൻട്രി കീപ്പ് ചെയ്യാൻ നമുക്ക് സഹായിക്കുക എന്ന് പറയുന്ന ലീഡ് ടൈമിന് ഒരുപാട് ഉപയോഗമുണ്ട്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ, നിങ്ങൾക്ക് 1 കിലോ അരി വേണം, ഉടനെ വേണം, ഇല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് അരി ഉണ്ടാക്കാൻ പറ്റില്ല, ചോറുണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ വീട്ടിൽ അച്ഛൻ പോയി വാങ്ങിക്കൊണ്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ പോയി വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കടയിൽ പൈസ കൊടുത്തു, അയാൾ ലേറ്റായിട്ട് തരുന്നുള്ളൂ, കറക്റ്റ് പ്രോപ്പർ തരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പ്രശ്നം തന്നെയാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോപ്പർ ടൈമിൽ തന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രോബ്ലമാറ്റിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും ലീഡ് ടൈം ഒരു
ക്രൂഷ്യലാണ്. അതായത് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് പോയിന്റ് ഓഫ് ഡെലിവറി, പോയിന്റ് ഓഫ് ഓർഡറിങ് ആൻഡ് പോയിന്റ് ഓഫ് ഡെലിവറിയാണ് നമ്മളെപ്പോഴും ലീഡ് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സപ്ലൈ റിലേഷൻഷിപ്പാണ്, എപ്പോഴും നല്ല റിലയബിൾ ആയിരിക്കണം, പിന്നെ കൊളാബറേഷൻസ് ഉണ്ടായിരിക്കണം, എപ്പോഴും നല്ലൊരു റാപ്പോ ഉണ്ടായിരിക്കണം, പിന്നെ പെർഫോമൻസ് മോണിറ്ററിങ്. നമ്മൾ ഒരാളെ അങ്ങ് ബ്ലൈൻഡായിട്ട് വിശ്വസിക്കരുത്. 6-7 വർഷമായി അവർ തന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല അങ്ങനെ വിശ്വസിക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ക്ലോസ്ലി മോണിറ്റർ ചെയ്യണം, കറക്റ്റാണ് പ്രോപ്പറാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ആവശ്യം തന്നെയാണ്. ഇനി പർച്ചേസിങ് എത്തിക്സ് ആണ്. നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ഇൻറ്റഗ്രിറ്റി ഉണ്ടായിരിക്കണം, ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കണം, കംപ്ലയിൻസ് ചെയ്യണം. അത് കംപ്ലയിൻസ് വെച്ചാൽ നമ്മൾ അവർ പറഞ്ഞതനുസരിച്ച് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യം, ജസ്റ്റ് ബേസിക് കാര്യമാണ്, നിങ്ങൾ വായിച്ചങ്ങ് പോയാൽ മതിയായിരിക്കും. ഇനി പർച്ചേസിങ് ട്രെൻഡാണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം ഡിജിറ്റലൈസേഷൻ, ഒരുപാട് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇപ്പം പർച്ചേസിങ് ചെയ്യാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പല റീറ്റെയിൽ ഫാർമസിലും പോയാൽ അവർ ഓർഡർ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ ബേസ്ഡ് ആണ്. ആപ്ലിക്കേഷൻ ഉണ്ട്, അവർക്ക് ആവശ്യമുള്ളത് ഓർഡറിലിടുക, അതനുസരിച്ച് സാധനങ്ങൾ വരും അല്ലേ. ഡിജിറ്റലൈസേഷൻ നടക്കുന്നുണ്ട്. ആൻഡ് സസ്റ്റൈനബിലിറ്റി, നമുക്ക് എല്ലാവർക്കും അറിയാം കൂടുതൽ റെസ്പോൺസിബിളായി അല്ലെങ്കിൽ പർച്ചേസിങ് പ്രാക്ടീസിന് അത്രയും സിഗ്നിഫിക്കൻസ് കൊടുത്ത് വർക്ക് ചെയ്യുന്ന ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട് അല്ലേ. ഈ ഗ്ലോബൽ സോഴ്സിംഗ് ആണ്. സോ ഒരു ഇൻ്റർനാഷണൽ കൊളാബറേഷൻ വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് COVID-19 വാക്സിൻസ് എവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്ത്, പുറത്തുള്ള രാജ്യത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്തല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഫോറിൻ കൊളാബറേഷൻസ് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. പർച്ചേസിങ് എങ്ങനെ ചെയ്യുന്നു അതാണ് ആദ്യം അറിയേണ്ടത്. അതിൻ്റെ ഒരു ഓർഡറില്ലേ, റിക്വസിഷൻസും കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തെന്ന് വെച്ചാൽ എന്തോ കാര്യങ്ങൾ നമ്മൾ സിഗ്നിഫിക്കൻ്റ് നമ്മൾ നോക്കണം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ 2 കാര്യങ്ങൾ മാത്രമേ ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ളൂ, വേറെ ഒന്നും ഇങ്ങനെ ബ്ലാ ബ്ലാ അടിക്കാനില്ല. ഇപ്പം നെക്സ്റ്റ് വേണം. ബൈ.